കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു മോഴ്സ് കർവ്, അതായത് പൊട്ടൻഷ്യൽ കർവ് എന്നൊക്കെ കണ്ടിരുന്നു. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയുടെ ആ ബിഗിനിങ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാങ്ക് കോർഡൺ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഫ്രാങ്ക് കോർഡൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, an electronic transition takes place so rapidly that a vibrating molecule does not change its internuclear distance appreciably during the transition. അതായത് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ വളരെ റാപ്പിഡ് ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മോളിക്യൂളിനെ അതിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് അത്തരത്തിലുള്ള ട്രാൻസിഷൻ നടക്കുമ്പോൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. ചേഞ്ച് ചെയ്യില്ല എന്ന് തന്നെയാണ് പറയുന്നത്. So the Frank Gordon principle states that an electronic transition takes place so rapidly that a vibrating molecule does not change its internuclear distance appreciably during the transition. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാം, നമുക്ക് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുകയാണെന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പൊട്ടൻഷ്യൽ കർവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുകയാണ് ഫ്രം എ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ന്യൂ ഡബിൾ ഡാഷ്, ഒരു ന്യൂ ഡബിൾ ഡാഷിൽ നിന്നും ഒരു ലോവർ ഇലക്ട്രോണിക് സ്റ്റേറ്റ്, അതിനെയാണ് ന്യൂ ഡാഷ് എന്ന് പറയുന്നത് അല്ലെ. ന്യൂ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റ്, ലോവർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആണ്. അതിൽ നിന്ന് ഒരു ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക്, അതായത് ലോവർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആയിട്ടുള്ള ന്യൂ ഡബിൾ ഡാഷിൽ നിന്നും ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആയിട്ടുള്ള ന്യൂ ഡാഷിലേക്ക് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുകയാണ് എങ്കിൽ അതിനെ നമ്മൾ കൺവെൻഷനലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ആദ്യം ഒരു ബ്രാക്കറ്റ് ഇടുക, അതിൻ്റെ ഉള്ളിൽ ആദ്യം എഴുതേണ്ടത് ന്യൂ ഡാഷ് ആണ്, പിന്നീടാണ് ന്യൂ ഡബിൾ ഡാഷ് എഴുതുക. അതായത് രണ്ടാമത് എഴുതുന്നതിൽ നിന്നാണ് ആദ്യത്തിലേക്ക് ട്രാൻസിഷൻ നടക്കുക. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റിൽ ആദ്യം എഴുതേണ്ടത് എവിടേക്കാണോ ട്രാൻസിഷൻ നടക്കുന്നത് ആ ലെവലാണ്. രണ്ടാമത് എഴുതുന്നത് എവിടെ നിന്നാണോ ട്രാൻസിഷൻ നടക്കുന്നത് ആ ലെവലാണ്. അപ്പൊ ഇത്തരത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ന്യൂ ഡബിൾ ഡാഷിൽ നിന്നും ന്യൂ ഡാഷിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത്, ന്യൂ ഡബിൾ ഡാഷിൽ നിന്നും ന്യൂ ഡാഷിലേക്കുള്ള ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് ഒരു മോളിക്യൂളിൽ എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുന്നത്, അതുപോലെ ആ ഇലക്ട്രോണിക് സ്പെക്ട്രയുടെ വൈബ്രേഷണൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയാനാണ് ഫ്രാങ്ക് കോർഡൺ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അത് രണ്ട് സയന്റിസ്റ്റുകൾ 1925-ലും 26-ലും കൂടിയിട്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഫ്രാങ്ക് എന്നും കോർഡൺ എന്നും പറയുന്ന രണ്ട് സയന്റിസ്റ്റുകളാണ് അത് പ്രപ്പോസ് ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പിളിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസിന്റെ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ ഇലക്ട്രോണിക് സ്പെക്ട്രയുടെ വൈബ്രേഷണൽ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഫ്രാങ്ക് കോർഡൺ പ്രിൻസിപ്പിൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്രാങ്ക് കോർഡൺ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു ഡയറ്റോമിക് മോളിക്യൂളിൽ നടക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ വൈ ആക്സിസിലാണെങ്കിൽ എനർജിയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കാനുള്ള ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാസീവ് ആയിട്ടുള്ള ന്യൂക്ലിയായി ഓസിലേറ്റ് ചെയ്യാനുള്ള ടൈമിനെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കാനുള്ള ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ. ട്രാൻസിഷൻ നടക്കുന്ന ടൈമിലും ആ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ്. ബിക്കോസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഈസ് വെരി സ്മോൾ when comparing with the massive nuclei to oscillate. That time necessary for the massive nuclei to oscillate. അപ്പോൾ മാസീവ് ആയിട്ടുള്ള ന്യൂക്ലിയയ്ക്ക് ഓസിലേറ്റ് ചെയ്യാനുള്ള ടൈമിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കാനുള്ള ടൈം എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഒക്കെ കാണിക്കുന്നത് വെർട്ടിക്കൽ ലൈൻസ് വെച്ചിട്ടാണ്. കണ്ടോ, ഇവിടെ വെർട്ടിക്കൽ ലൈൻസ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ട്രാൻസിഷൻ ആണ്. അതുപോലെ ഈ ലൈൻ കൊണ്ട് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ട്രാൻസിഷൻ ആണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ചിട്ട് സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോവസ്റ്റ് വൈബ്രേഷണൽ ലെവലിൽ നിന്ന് ട്രാൻസിഷൻ നടക്കുമ്പോൾ സാധാരണ ഇത് അവിടെ മിഡ് പോയിന്റിൽ നിന്നാണ് നടക്കുക ടു ദ ഹയർ
സ്റ്റേറ്റിലേക്ക്. ഓക്കെ, പക്ഷെ അല്ലാത്തതും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹയർ വൈബ്രേഷൻ ലെവൽസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ ഡെൻസിറ്റി ഒക്കെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയും ചിലപ്പോൾ ഇപ്പോൾ ന്യൂക്ലിയസുകളൊക്കെ എക്സ്ട്രീം പൊസിഷൻസിലായിരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും എന്ത് സംഭവിക്കുന്നുണ്ട്, ട്രാൻസിഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമുക്ക് പറയുകയാണെങ്കിൽ മിഡ് പോയിന്റ് ഓഫ് ദ വൈബ്രേഷനിൽ നിന്നാണ് ഹയർ എനർജി ലെവലിലേക്ക് വരിക. പക്ഷെ ചിലപ്പോൾ ന്യൂക്ലിയർ ഒക്കെ എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ അത്തരത്തിലുള്ള മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻസും അതൊക്കെ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിനൊക്കെ അനുസരിച്ചിരിക്കും, ആ പ്ലോട്ടുകളിനൊക്കെ അനുസരിച്ചിരിക്കും. അങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള ട്രാൻസിഷൻസും എന്ത് സംഭവിക്കാം, നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു സ്കീമാറ്റിക് ഡയഗ്രം ആണ്. അതായത് വൈബ്രേഷണൽ ലൈൻസിന്റെ റിലേറ്റീവ് ഇന്റൻസിറ്റീസ് കാണിക്കുകയാണ് ഒരു ഡയറ്റോമിക് ഇലക്ട്രോണിക് സ്പെക്ട്രത്തിൽ. കണ്ടോ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, 0 0 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഈ പീക്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ഈ 0യിൽ നിന്ന് രണ്ടാമത് എഴുതിയതിൽ നിന്നാണ് ട്രാൻസിഷൻ നടക്കുന്നത് ഒന്നാമത്തെ ഇതിലേക്ക്, അല്ലെ? അതുപോലെ 1 0 എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ 0യിൽ നിന്നും 1ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. നോക്കൂ, അപ്പൊ ഈ ഓരോ പീക്കിനോടും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ഇന്റൻസിറ്റീസ് ആണ് ഇവിടെ അടിയിൽ കാണിച്ചിരിക്കുന്നത്, ഈ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 0 0 എന്ന് പറയുമ്പോൾ 0യിൽ നിന്ന് 0യിലേക്ക്, 1 0 എന്ന് പറയുമ്പോൾ 0യിൽ നിന്ന് 1ലേക്ക്, ഇത് അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ 2 0 എന്ന് പറയുമ്പോൾ 0യിൽ നിന്ന് 2യിലേക്ക്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ 3 0 എന്ന് പറയുമ്പോൾ 0യിൽ നിന്ന് 3യിലേക്ക്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ 4 0 എന്ന് പറയുമ്പോൾ 0യിൽ നിന്ന് 4യിലേക്ക്, അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ 5 0 എന്ന് പറയുമ്പോൾ 0യിൽ നിന്ന് 5യിലേക്ക്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ 6 0 എന്ന് പറയുമ്പോൾ 0യിൽ നിന്ന് 6യിലേക്ക്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇന്റൻസിറ്റി വേഴ്സസ് വേവ് നമ്പർ പ്ലോട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ വൈബ്രേഷണൽ ലൈൻസിന്റെ ഒക്കെ റിലേറ്റീവ് ഇന്റൻസിറ്റി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊരു ഡയറ്റോമിക് മോളിക്യൂളിന്റെ ഇലക്ട്രോണിക് സ്പെക്ട്രത്തിൽ ഉണ്ടാവുന്നതാണ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഏത് പ്ലോട്ടിനാണ്, ഏതിനാണ് വന്നിരിക്കുന്നത്? 2 0 എന്ന് പറയുന്ന പീക്കിനാണ്. നോക്കൂ, ആ ട്രാൻസിഷൻ നോക്കി, ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി 0 to 2 എന്ന് പറയുന്ന ട്രാൻസിഷൻ ആണ്. അതിനാണ് ഹയസ്റ്റ് ഇന്റൻസിറ്റി കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആ പീക്കും ഏറ്റവും കൂടുതൽ വരുന്നത് ഈ 2 0 എന്ന് പറയുന്നതാണ്. അതായത് 0യിൽ നിന്ന് 2യിലേക്കുള്ള ആ ട്രാൻസിഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഡിസോസിയേഷൻ എനർജി, അല്ലെ, D0 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് ഇവിടെ നോക്കാം. ഡിസോസിയേഷൻ എനർജി ആൻഡ് ഡിസോസിയേഷൻ പ്രോഡക്ട്സ്. ഇതൊരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ്. ഇവിടെ ഡിസോസിയേഷൻ നടക്കുന്ന തരത്തിലുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ്. ഇതാണ് ഇതിന്റെ ലോവർ എനർജി സ്റ്റേറ്റ്, ന്യൂ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഹയർ എനർജി സ്റ്റേറ്റ്, അതായത് ന്യൂ ഡാഷ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്പെക്ട്രം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഡയറ്റോമിക് മോളിക്യൂൾ, ആ ഡയറ്റോമിക് മോളിക്യൂളിലെ ആറ്റംസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള മിനിമം എനർജീനെയാണ് എന്ന് പറയുന്നത് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് അതൊരു ലോവസ്റ്റ് വൈബ്രേഷണൽ സ്റ്റേറ്റിലായിരിക്കണം എന്ന് മാത്രം. സോ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ദ മിനിമം എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് the atoms of a stable diatomic molecule in the lowest vibrational state of a particular electronic state. അതിനെയാണ് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിക് സ്റ്റേറ്റിലുള്ള ലോവസ്റ്റ് വൈബ്രേഷണൽ സ്റ്റേറ്റിലെ ഒരു ഡയറ്റോമിക് മോളിക്യൂളിലെ ആറ്റംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജീനെയാണ് എന്ന് പറയുന്നത് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എനർജി കർവ് ആണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ന്യൂ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു 0, അല്ലെ? അതിൽ നിന്ന് എവിടേക്ക് ട്രാൻസിഷൻ നടക്കുകയാണ്? ഈ ന്യൂ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കുകയാണ്. എങ്ങനെ നടക്കുന്നു? സഫിഷ്യന്റ് ആയിട്ടുള്ള വൈബ്രേഷൻ എനർജി ഈക്വൽ ടു D0. D0ക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള വൈബ്രേഷൻ എനർജി നമ്മൾ കൊടുക്കുകയാണെങ്കിലാണ് അത്തരത്തിലുള്ളൊരു ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പൊ ഈ D0നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസോസിയേഷൻ എനർജി ഫോർ ദ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറിലാണെങ്കിൽ D0 ഡബിൾ ഡാഷും കാണിച്ചിട്ടുണ്ട്, അതുപോലെ D0 ഡാഷും കാണിച്ചിട്ടുണ്ട്.
ഈ D0 D0 എന്നും പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിസോസിയേഷൻ എനർജീസിനെ തന്നെയാണ്. ഏതിൻ്റെയൊക്കെ? നോർമൽ ആൻഡ് എക്സൈറ്റഡ് മോളിക്യൂൾസ് ഫ്രം ന്യൂ ഈസ് ഈക്വൽ ടു 0 സ്റ്റേറ്റ് ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലെയും ന്യൂ ഈസ് ഈക്വൽ ടു 0യിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഡിസോസിയേഷൻ എനർജി ഫോർ ദ കേസ് ഓഫ് നോർമൽ ആൻഡ് എക്സൈറ്റഡ് മോളിക്യൂൾ. നോർമൽ മോളിക്യൂളിന്റെയും എക്സൈറ്റഡ് മോളിക്യൂളിന്റെയും എനർജീസ്, ഡിസോസിയേഷൻ എനർജീസിനെയാണ് D0 എന്നും D0 എന്നും റെസ്പെക്റ്റീവ്ലി ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ഒരു എനർജി സ്റ്റേറ്റ് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ട്രാൻസിഷൻസ് നടക്കാം അല്ലെ. അപ്പൊ അത്തരം ട്രാൻസിഷൻസ് നടത്തിയതിനു ശേഷം ഇത് കൺവേർജ് ചെയ്തിട്ട് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇത് കൺവേർജ് ചെയ്തിട്ട് അങ്ങനെ ഒരു കണ്ടിന്യൂവസ് റീജിയൻ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂവം ആയിട്ട് മാറാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വൈബ്രേഷണൽ ഫൈൻ സ്ട്രക്ചർ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അതായത് കംപ്ലീറ്റ് വൈബ്രേഷൻ ഓഫ് ദ മോളിക്യൂൾ ഇൻ ദ upper electronic state is possible in this region as its energy is so high as to cause its dissociation. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലെ ഒരു കണ്ടിന്യൂവസ് ആയിട്ടുള്ള ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂ ആയിട്ട് ഇത്തരത്തിലുള്ള എനർജി ലെവൽസ് ഒക്കെ കൺവേർജ് ചെയ്യാണ്. അവിടെ വൈബ്രേഷണൽ ഫൈൻ സ്ട്രക്ചർ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അപ്പർ ഇലക്ട്രോണിക് സ്റ്റേറ്റിലെ ഈ മോളിക്യൂളിന്റെ കംപ്ലീറ്റ് വൈബ്രേഷൻ ഒക്കെ നിന്നിരിക്കും. There is no complete vibration of this molecule in the upper electronic state. ആ upper electronic stateലെ മോളിക്യൂളിന്റെ കംപ്ലീറ്റ് വൈബ്രേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ ഈ ലെവലിൽ തന്നെ എനർജി ഓഫ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ കണ്ടിന്യൂവം ഇസ് കോൾഡ് കണ്ടിന്യൂവൽ ലിമിറ്റ് ഓർ കൺവേർജൻസ് ലിമിറ്റ്. അപ്പോൾ ഇതിൽ തന്നെ ഈ കണ്ടിന്യൂവത്തിൽ തന്നെ ലോവർ ലിമിറ്റിനെയാണ് എന്ത് പറയുന്നത്? കൺവേർജൻസ് ലിമിറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂവം ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വൈബ്രേഷണൽ ബാൻഡ്സ് ഒക്കെ കൺവേർജ് ചെയ്യുന്ന അങ്ങനെ ഒരു കണ്ടിന്യൂവസ് ലെവൽ ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂവൽ ലിമിറ്റിനെ നമുക്ക് ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂവൽ ലിമിറ്റിന്റെ എനർജി ഓക്കെ ഇൻ വേവ് നമ്പർ യൂണിറ്റ്സ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് D0 അതായത് ലോവർ എനർജി സ്റ്റേറ്റിലുള്ള ഡിസോസിയേഷൻ എനർജിയാണ് D0 എന്ന് പറയുന്നത്. അതിന്റെ കൂടെ എക്സൈറ്റേഷൻ എനർജിയും കൂടി കൂട്ടിയാലാണ് നമുക്ക് കണ്ടിന്യൂവസ് ലിമിറ്റിലെ വേവ് നമ്പർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂവൽ ലിമിറ്റ് അതൊന്ന് ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് നമ്മൾ ഒരു മോളിക്യൂൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ കണ്ടിന്യൂവൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ എക്സ് എന്ന് പറയുന്നതില്ലേ, അതായത് എക്സൈറ്റേഷൻ എനർജി ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുന്നത് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിന്നായിരിക്കും. അപ്പൊ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിന്ന് ഈ എക്സൈറ്റേഷൻ എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഡിസോസിയേഷൻ എനർജി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? എനർജീസ് ഇൻ ദ വേവ് നമ്പർ യൂണിറ്റ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അതിനെ നമുക്ക് ഒന്നും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. അതായത് ദാറ്റ് ഈസ് ന്യൂ ബാർ, അതായത് 0 ട്രാൻസിഷൻ, 0 ലെവലിൽ നിന്നും 0 ലെവലിലേക്കുള്ള ആ ട്രാൻസിഷൻ നടക്കുമ്പോഴുള്ള വേവ് നമ്പർ യൂണിറ്റ്, അതിന്റെ കൂടെ ഈ D0 മീൻസ് എക്സൈറ്റഡ് ഡിസോസിയേഷൻ എനർജിയും കൂടി സം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടുന്നു? ഈ കണ്ടിന്യൂവൽ ലിമിറ്റ് കിട്ടുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡും ഈ ഇക്വേഷന്റെ ഈ റൈറ്റ് ഹാൻഡ് സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ന്യൂ ബാർ 0 എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഇലക്ട്രോണിക് സ്പെക്ട്രത്തിന്റെ വൈബ്രേഷണൽ ഫൈൻ സ്ട്രക്ചറിൽ നിന്നാണ്. ഓക്കെ, ഇനി ഡിസോസിയേഷൻ എനർജി ഓഫ് ദ ഹയർ സ്റ്റേറ്റ് ഈ D0 എന്ന് പറയുന്നില്ലേ, അത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മാത്രമല്ല ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് കിട്ടുന്നു. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നും നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിന്നും അതുപോലെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിന്നും കൂടി കിട്ടുന്ന വാല്യൂസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂവൽ ലിമിറ്റിന്റെ വേവ് നമ്പർ നമുക്ക് എനർജീസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടേം വരുന്നത് എന്താന്ന് വെച്ചാൽ പ്രീ ഡിസോസിയേഷൻ എന്നുള്ളതാണ്. അതായത് ഡിസോസിയേഷന് മുമ്പുള്ളതാണ് എന്താ പ്രീ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്.
ഈ പ്രീ ഡിസോസിയേഷൻ നടക്കാൻ കാരണമാകുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷനുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു പ്രീ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് നോക്കണം. അതായത് if there is a possibility for a molecule to cross over from a stable excited state to an overlapping unstable excited state in a radiationless transition, it leads to dissociation of the molecule. This is called pre-dissociation. അതായത് ഒരു മോളിക്യൂളിനെ ക്രോസ് ഓവർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുകയാണ്. എവിടെ നിന്ന്? സ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന്. നോക്കൂ, ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അവിടെ നിന്ന് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ക്രോസ് ചെയ്യാണ്. നോക്കൂ, ഇവിടെ 3 സ്റ്റേറ്റുകൾ തന്നിട്ടുണ്ട്. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇതാ ഇവിടെ ഇതാ വേറൊരു ഗ്രാഫ് പോലെ കാണുന്നില്ലേ, കർവ് പോലെ? അതാണ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഈ സ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഇത്തരത്തിലൊരു ഓവർലാപ്പിംഗ് കാരണം, ഈ 2 സ്റ്റേറ്റുകളും കൂടി ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ആ ഓവർലാപ്പിംഗ് കാരണം ഇതിനെ ഈ മോളിക്യൂളിനെ ഇവിടെ നിന്ന് ഇവിടേക്ക് ക്രോസ് ഓവർ ചെയ്യാനുള്ള ടെൻഡൻസി വരികയാണ്. അത്തരത്തിലുള്ള ക്രോസ് ഓവർ ചെയ്യണമെങ്കിൽ റേഡിയേഷന്റെ ആവശ്യമില്ല. അതായത് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷന്റെയോ എമിഷൻ ഓഫ് റേഡിയേഷന്റെയോ ആവശ്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഡിസോസിയേഷൻ മോളിക്യൂൾസിൽ നടക്കുമ്പോഴാണ് അതിനെയാണ് എന്ത് പറയുന്നത്? പ്രീ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രീ ഡിസോസിയേഷൻ ഒരു മോളിക്യൂളിൽ നടക്കണമെങ്കിൽ അതിന്റെ മോൾസ് കർവ് 2 ഡിഫറെന്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉള്ളത് ഇന്റർസെക്ട് ചെയ്യണം. ഇതാണ് ഗ്രൗണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇതാണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇതാണ് അടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ ഈ 2 എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള കർവുകൾ, മോൾസ് കർവുകൾ ഇന്റർസെക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രീ ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഇവിടെ നടക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 3 മോൾസ് കർവ്സ് ഉണ്ട് അല്ലെ? ഇതാണ് കർവ് 1, ഇതാണ് ഇത് കർവ് 1, ഇതാണ് കർവ് 2, അതുപോലെ ഇതാണ് കർവ് 3. ഈ കർവ് 2ന് ഒരു മിനിമം ഉണ്ട് അല്ലെ? മിനിമം ഉണ്ട്. കറസ്പോണ്ടിങ് ടു ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് സ്റ്റേബിൾ. ഈ മിനിമം ഉള്ളത് കൊണ്ടാണ് ഈ കർവ് 2ന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് സ്റ്റേബിൾ ആയെന്ന് പറയുന്നത്. പക്ഷെ ഈ കർവ് 3 നോക്കൂ, ഇതിന് വല്ല മിനിമം ഉണ്ടോ? ഇല്ല. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കർവാണ് വിത്ത് നോ മിനിമം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്താന്ന് പറയുന്നത്? അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ കർവ് 2ഉം കർവ് 3യും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? വൈബ്രേഷണൽ ലെവൽ ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു 4. ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു 4ൽ വെച്ചിട്ട് ഈ 2 കർവും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദിസ് ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 4, അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ക്രോസ് ഓവർ സംഭവിക്കാനുള്ള കാരണമുണ്ട്. ഈ 2 എക്സൈറ്റഡ് സ്റ്റേറ്റ്സും ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട്. എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? ടു ദ കണ്ടിന്യൂസ് കർവ് 3. ഈ 3യിലേക്കാണ് ആ ക്രോസ് ഓവർ സംഭവിക്കുന്നത്. അതൊരു നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനും ആയിരിക്കും. റേഡിയേഷൻ ഉണ്ടോ? അബ്സോർപ്ഷൻ എമിഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ കോൺസിക്വന്റ്ലി എന്ത് സംഭവിക്കുന്നു? ഡിസോസിയേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അത്തരത്തിലുള്ള ക്രോസ് ഓവർ ഒരു പ്രീ ഡിസോസിയേഷനുള്ള കാരണമാവുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ലെവൽസ് ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 3യിൽ നിന്നോ അല്ലെങ്കിൽ 5ൽ നിന്നോ, അതായത് ഇതൊക്കെ ഈ ഇന്റർസെക്ഷൻ പോയിന്റിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ 4ൽ നിന്ന് മാത്രമല്ല, ഈ 4ലാണ് കറക്റ്റ് ആയിട്ട് 2ഉം 3യും കർവ്സ് ഇന്റർസെക്ട് ചെയ്യുന്നത് എങ്കിലും അതിന്റെ തൊട്ടടുത്ത ലെവൽസ് ആയിട്ടുള്ള ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു 3യിൽ നിന്നും ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു 5ൽ നിന്നും ഒക്കെ ഇത്തരത്തിലുള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ പ്രീ ഡിസോസിയേഷൻ ഒക്കെ ഉള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രീ ഡിസോസിയേഷൻ കുറച്ച് ഫാസ്റ്റർ ആയിട്ടാണ് നടക്കുക ദാൻ ദ ടൈം ടേക്കൺ ബൈ ദ മോളിക്യൂൾ ടു റൊട്ടേറ്റ്. അതായത് ഒരു മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 10⁻⁻10 സെക്കൻഡ്സ് ആണ്. അപ്പൊ അതിനേക്കാളും കൂടുതൽ ഫാസ്റ്റർ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ക്രോസ് ഓവറും അങ്ങനെ ക്രോസ് ഓവറിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രീ ഡിസോസിയേഷൻ ഒക്കെ നടക്കുക. പക്ഷെ വൈബ്രേഷൻ ലെവൽസിന് ഏകദേശം 10⁻13 സെക്കൻഡ്സ് ആവശ്യമാണ്. അപ്പൊ അതിനേക്കാളും സ്ലോ ആയിരിക്കും എന്ത് ഇത്തരത്തിലുള്ള ക്രോസ് ഓവറും പ്രീ ഡിസോസിയേഷനും ഒക്കെ. അപ്പൊ റൊട്ടേഷൻ ഓഫ് ദ മോളിക്യൂളിനേക്കാളും ഫാസ്റ്റർ ആയിരിക്കും. എന്നാൽ വൈബ്രേഷൻ ഓഫ് ദ മോളിക്യൂൾ സിൻസ് ഇറ്റ് റിക്വയർ വൈബ്രേഷൻ ഒക്കെ 10⁻13 സെക്കൻഡ്സ് ആവശ്യമാണ്. അപ്പൊ അതിനേക്കാളും സ്ലോവറും ആയിരിക്കും.
ഓക്കെ. അപ്പോൾ അത്തരത്തിൽ നടക്കുമ്പോൾ ഈ റിസൾട്ടിങ് സ്പെക്ട്രം എന്ന് പറയുന്നത് അതിൽ റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ അതിനേക്കാളും ഫാസ്റ്റർ ആയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രീ ഡിസോസിയേഷൻ നടക്കുന്നത് എന്നുള്ളത്. സ്ലോവർ ആയിട്ടാണ്, സോറി, പ്രീ ഡിസോസിയേഷൻ ഇസ് ഫാസ്റ്റർ ദാൻ ദ ടൈം ടേക്കൺ ബൈ ദ മോളിക്യൂൾ ടു റൊട്ടേറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള മോളിക്യൂൾസിലെ റിസൾട്ടിങ് സ്പെക്ട്രത്തിലെ റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷെ വൈബ്രേഷണൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ടൈമിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഇനി ഇപ്പൊ പ്രീ ഡിസോസിയേഷൻ ഫാസ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈവൻ ദ വൈബ്രേഷണൽ ടൈം ദെൻ കറസ്പോണ്ടിങ് ദ വൈബ്രേഷണൽ സ്ട്രക്ചറും ഡിസപ്പിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രീ ഡിസോസിയേഷൻ എങ്ങാനും അതിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് നടക്കുകയാണെങ്കിൽ. സാധാരണഗതിയിൽ റൊട്ടേഷണലിനേക്കാളും ഫാസ്റ്റർ ആയിട്ടാണ് പ്രീ ഡിസോസിയേഷൻ നടക്കുക. അപ്പോൾ റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ ഇതിന്റെ സ്പെക്ട്രത്തിൽ കാണില്ല. എന്നാൽ വൈബ്രേഷനേക്കാളും സ്ലോ ആയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രീ ഡിസോസിയേഷൻ നടക്കുക. അപ്പോൾ വൈബ്രേഷൻ സ്ട്രക്ചർ കാണാനുള്ള സാധ്യതയുണ്ട് ഈ സ്പെക്ട്രം എടുക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ പ്രീ ഡിസോസിയേഷൻ എങ്ങാനും ഈ വൈബ്രേഷണൽ ടൈമിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് നടക്കുകയാണെങ്കിൽ അപ്പൊ അത്തരത്തിലുള്ള സ്പെക്ട്രത്തിലെ വൈബ്രേഷണൽ സ്ട്രക്ചറും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇപ്പൊ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 0-യിലേക്കോ 1-ലേക്കോ 2-ലേക്കോ ഒക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള പ്രീ ഡിസോസിയേഷൻ നടക്കില്ല. അപ്പോൾ ഒരു നോർമൽ സ്പെക്ട്രം ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇന്റർസെക്ഷന്റെ പോയിന്റ് അടുത്താണോ 1ഉം 2ഉം ഒക്കെ, 0യും 1ഉം 2ഉം ഒക്കെ അല്ല. 4ലാണ് ഇന്റർസെക്ഷൻ നടക്കുന്നത്. അപ്പൊ 3ലോ 5ലോ വരെ അത്തരത്തിലുള്ള ഒരു ഓവർലാപ്പിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 0യോ 1ഓ 2ഓ ഒക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ളതിലെ നമുക്ക് ഈ പ്രീ ഡിസോസിയേഷൻ നടക്കില്ല. ബിക്കോസ് അവിടെ ഓവർലാപ്പിംഗ് വരുന്നില്ല ആ ഭാഗത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നോർമൽ ആയിട്ടുള്ള സ്പെക്ട്രം ആയിരിക്കും കിട്ടുക. അവിടെ വൈബ്രേഷനും റൊട്ടേഷണൽ സ്ട്രക്ചറും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ 5നേക്കാളും കൂടിയുള്ള ലെവൽസ്, അതായത് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 6, 7, 8 ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ലാർജർ ന്യൂ വാല്യൂസ് ആണ്. അപ്പോൾ അവിടെ മോളിക്യൂള് കൂടുതൽ ടൈം ആ എക്സ്ട്രീം എൻഡ്സ് ഓഫ് ദ വൈബ്രേഷണൽ മോഷനിലാണ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ആ ക്രോസ് ഓവർ പോയിന്റിന്റെ അവിടെ കുറച്ച് ടൈമേ ഉണ്ടായിരിക്കുള്ളൂ, കൂടുതൽ ടൈം. ബിക്കോസ് ആ ലെവൽസ് ഒക്കെ കൂടുതലുള്ളതാണ് അല്ലെ, ഹയർ ലെവൽസ് ആണ് ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 6, 7, 8 എന്നൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ കൂടുതൽ ന്യൂ ഡാഷ് വാല്യൂസ് ആയതുകൊണ്ട് ഈ മോളിക്യൂള് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അതിന്റെ വൈബ്രേഷണൽ മോഷന്റെ എക്സ്ട്രീം എൻഡ്സിലായിരിക്കും. അതുപോലെ ക്രോസ് ഓവർ പോയിന്റ്സിൽ കുറച്ച് ടൈമേ അത് സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇതാണ് ഈ ക്രോസ് ഓവർ, രണ്ടും കൂടിയുള്ള ക്രോസ് ഓവർ നടക്കുമ്പോഴാണ് അവിടെ പ്രീ ഡിസോസിയേഷൻ വരുന്നത്. അതിന്റെ മുകളിൽ കണ്ട കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പെക്ട്രവും ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ മുൻപ് കണ്ട പോലത്തെ സ്പെക്ട്രസും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ ഇലക്ട്രോണിക് സ്പെക്ട്രം ആണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഇതുവരെയുള്ളത് എല്ലാവരും വായിച്ചു നോക്കുക. ഓക്കെ.